സിംഹവും എലിയും. ഒരു മരത്തിന് ചുവട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന സിംഹം. അപ്പോൾ അതുവഴി ചാടിത്തുള്ളിക്കൊണ്ട് ഒരു കുഞ്ഞൻ എലി വന്നു. എന്നിട്ട് സിംഹത്തിന്റെ ദേഹത്തേക്ക് ഒറ്റച്ചാട്ടം. ഉറങ്ങിക്കിടന്ന സിംഹം അപ്പോൾ പതുക്കെ അനങ്ങി. താൻ സിംഹത്തിന്റെ മേലേക്കാണ് ചാടികയറിയതെന്ന് മനസ്സിലാക്കിയ എലി പേടിച്ച് താഴേക്കിറങ്ങി. സിംഹം അപ്പോഴും ഉറക്കത്തിലാണെന്ന് കണ്ട് കുഞ്ഞൻ എലി അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. തിരിഞ്ഞ് ഓടാൻ തുടങ്ങുമ്പോഴാണ് സിംഹം എലിയുടെ വാലിൽ പിടിച്ചത്. തന്റെ ഉറക്കം ഇല്ലാതാക്കിയ എലിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു സിംഹത്തിന്റെ മുഖത്ത്. അതുകൊണ്ട് പേടിച്ചുവിറച്ച് നിന്ന എലി സിംഹത്തോട് ഇങ്ങനെ പറഞ്ഞു: എന്നോട് ക്ഷമിക്കണേ സിംഹരാജാവേ. ഒരു അബദ്ധം പറ്റിയതാണ്. അങ്ങയേക്കാൾ എത്രയോ ചെറുതാണ് ഞാൻ. എന്നെ കൊല്ലുന്നത് അങ്ങയുടെ അന്തസ്സിന് ചേർന്നതല്ല. എന്നെ വെറുതെ വിട്ടുകൂടെ രാജാവേ. ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് സിംഹത്തിനും തോന്നി. ദയ തോന്നിയ സിംഹം എലിയെ വെറുതെ വിടുകയും ചെയ്തു. കാലം കുറെ കഴിഞ്ഞു. ഒരു ദിവസം കാട്ടിലേക്ക് ഇര തേടി നടക്കുകയായിരുന്നു സിംഹം. പെട്ടെന്ന് സിംഹം ഒരു വേട്ടക്കാരന്റെ കെണിയിൽപ്പെട്ടു. എത്ര ശ്രമിച്ചിട്ടും അവൻ രക്ഷപ്പെടാൻ സാധിച്ചില്ല. അവിടെ കിടന്നു സിംഹം ദേഷ്യത്തോടെ ഗർജിച്ചു. അതുവഴി വന്ന് എലി സിംഹത്തിന്റെ ഗർജനം കേട്ട് ഉടനെ അവിടെ എത്തി. സിംഹരാജാവേ, അങ്ങ് ഒട്ടും പേടിക്കേണ്ട, അങ്ങയെ ഞാൻ രക്ഷിക്കാം. കുറച്ചുനേരം ശാന്തനായി ഇരുന്നാലും. സിംഹം എലി പറഞ്ഞത് അതേപടി അനുസരിച്ചു. ആ സമയം കൊണ്ട് എലി സിംഹത്തിനെ കെട്ടിയ കയർ കടിച്ചു മുറിച്ചു. അവസാനം സിംഹം രക്ഷപ്പെട്ടു. അപ്പോഴാണ് സിംഹം പണ്ട് എലിയെ കൊല്ലാതെ വെറുതെ വിട്ട സംഭവം ഓർത്തത്. ഒപ്പം സിംഹത്തിന് മറ്റൊരു കാര്യവും കൂടി മനസ്സിലായി: നാം നമ്മളെക്കാൾ നിസ്സാരക്കാരായ ആളുകളോട് ദയ കാണിച്ചാൽ മറ്റൊരു അവസരത്തിൽ അവർ നമ്മളോടും തിരിച്ചു ദയ കാണിക്കും. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും. ഇനിയും ഇതുപോലെ രസകരമായ കഥകൾ കാണാൻ താൽപ്പര്യമുണ്ടോ? എങ്കിൽ നമ്മുടെ ചാനൽ ടൈനി ടൈൽസ് ടൈം സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ശുഭദിനം.